സുഹൃത്തുക്കളെ, ഹലോ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ന ജൂഡ് ആന്റണിയുടെ ഫിലിം കാണാൻ പോവാണ്. ഞങ്ങളെ ബ്ലോഗിൽ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിന്റെ റിവ്യൂ ചെയ്യാൻ പോണത്. അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല, തെറ്റുകൾ ക്ഷമിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ അത് പിന്നെ എന്താ പറയാ, ജൂഡ് ആന്റണിയുടെ പോസ്റ്റ് കണ്ടു, അതുപോലെ തന്നെ ടോബിനോട് ഒരു ലൈവ് കണ്ടു, നാട്ടിലുള്ള ഒരുപാട് ആളുകളുടെ റിവ്യൂ കണ്ടു. പ്രൊമോഷനുകളും റിവ്യൂസ് ഒന്നും കാണാതെ സിനിമക്ക് പോണത്. അപ്പൊ നമ്മള് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. അതെ, അതായത് നമ്മള് ഈ ഒരു സിനിമ എന്താ പറയാ, നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെന്നുണ്ടെങ്കിൽ വളരെ മോശം തന്നെ പറയും. കാരണം നമ്മൾ അങ്ങനെ പൊതുവെ ഈ ഒരു ചാനലില് മൂവി റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോ ഏതായാലും പിന്നെ വെള്ളിയാഴ്ച കേട്ടു. നമ്മൾ സിനിമ പ്രേമികളാണ്, പണം കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത്. അപ്പൊ അത് ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്, പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അടക്കം നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യട്ടോ. അതെ, പിന്നെ 2018 പ്രളയം ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആകുമ്പോ അപ്പൊ അത് ഏത് രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ ഗൾഫിൽ പ്രവാസിയായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും. അപ്പൊ വല്ലാതെ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ ജൂഡ് ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ പടത്തിന് പോണത് അല്ലേ. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ സിനിമ കഴിഞ്ഞ് വരുന്ന ആളുകളുടെ പിന്നെ അഭിപ്രായങ്ങൾ കൂടെ എടുക്കാൻ നമുക്ക് പരിമിതികളുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് പിന്നെ അവിടെ ചോദിച്ചിട്ട് അവര് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ സമയമായിട്ടുണ്ട്. അപ്പൊ നേരെ സിനിമ കണ്ടു വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ചാനല്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ചാനലിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ചാനലിൽ കൂടുതൽ കണ്ടന്റ് കൂടെ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോ ചാനൽ പിന്നെ ഫസ്റ്റ് കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് ഹൊറൈസ് റോഡിലുള്ള എംപയർ മൂവീസിലാണ് ഇപ്പൊ നമ്മൾ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ടിക്കറ്റ് ഇപ്പോ തിയേറ്റർ ഹൗസ്. രാത്രികാലങ്ങളിൽ റിയാദിന്റെ വ്യൂ ഒന്ന് വേറെ തന്നെയല്ലേ. വെള്ളിയാഴ്ച രാത്രി തിരക്ക് പിടിച്ച നഗരമായി മാറും റിയാദ്. അതെ, പൊതുവെ റിയാദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രാഫിക് ആണ്. ട്രാഫിക് ഇല്ലാത്ത ഒരു നിമിഷം പോലും റിയാദിന്റെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ആ ട്രാഫിക് ആണ് റിയാദിന്റെ ഭംഗി എന്ന് പറയുന്നത്. വണ്ടികൾ നിരയായിട്ട് വണ്ടികൾ ഉണ്ടാവും. ആ വണ്ടികൾക്കിടയിൽ ഇവിടെ ഇങ്ങനെ ഉള്ള സുഹൃത്തുക്കളെ അപ്രതീക്ഷിതമായിട്ട് ഡ്രൈവർ പൾബറിന്റെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞിട്ടുണ്ട്, ലൈറ്റും കത്തുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ക്യാമറകൾ റൂട്ടിലുണ്ട്. ക്യാമറ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഒരു ക്യാമറ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതാ കാണുന്ന ആ സാധനം, അതായത് ക്യാമറ ആണ്. അതായത് നിയമങ്ങൾ പാലിച്ച് സീറ്റ് ബെൽറ്റ് ധരിച്ച് എല്ലാ ഡ്രൈവിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് വളരെ അനുവദിച്ച സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോണ്ടല്ലോ ആ കിട്ടുന്ന ആനന്ദം അത് അറിയിക്കാൻ പറ്റാത്ത. പക്ഷെ അത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാതെ നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഈ വെറുതെ ആൾക്കാർ പിന്നെ അതിനെതിരെ സംസാരിക്കുന്നതാണ്. അതൊക്കെ നല്ല കാര്യമാണ്. നമ്മള് എന്താ പറയാ, റോഡിന്റെ സുരക്ഷ അല്ലെങ്കിൽ ആളുകളുടെ സുരക്ഷ അതിനൊക്കെ വേണ്ടിട്ടാണ്. ഏതായാലും അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം 2018 നമ്മുടെ വിഷയം. 2018 അതെ, നമ്മള് കുറെ നേരത്തെ ഇറങ്ങി. ഇപ്പോഴും ട്രാഫിക് ഇപ്പൊ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ കാലത്തെ റൂമിൽ നിന്ന് ഇറങ്ങുക, ഈ പടം തുടങ്ങിയിട്ട് ആ എഴുതി കാണിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓടി കയറുന്ന രീതിയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് എംപയറിന്റേത്. അതെ, നമ്മള് വോക്സിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വോക്സിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം വോക്സ് ഫുള്ളാണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ ആണ് എംപയർ അത്ര മോശം തിയേറ്റർ അല്ല കേട്ടോ. എംപയർ വളരെ നല്ല രോമാഞ്ചം മൂവി ഉണ്ട്, നല്ല സൗണ്ട്. ഇതിന്റെ ഒത്തേമാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് പിന്നെ എംപയർ മൂവീസ് ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9:45 ഷോ. ഇപ്പൊ സമയം 9:30 ആയിട്ടുണ്ട്. മാരക ഡിസൈൻ മാത്രല്ല, ഒരു ചൂടുണ്ടല്ലോ പുറത്ത്. ഇവിടെ വന്നപ്പോണ്ടല്ലോ തണുപ്പാണ്, എവിടെ എത്തിയപ്പെട്ട പോലെ. 100 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1924 ജൂലൈ മാസത്തിലാണ് കേരളത്തിലെ ഇപ്പോഴും വീടുകളിലേക്ക് മാറാൻ കഴിയാത്ത അവസ്ഥയിൽ
ഡബ്ല്യു ഗ്രൂപ്പിന്റെ അഡ്മിൻ കളക്ടറും വലിയ വലിയ ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിൽ നല്ല ഇൻഫർമേഷൻ എടുത്ത് പടത്തിന്റെ റിവ്യൂ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട പടം? നല്ല പടമായിരുന്നു. ഞാൻ ശരിക്കും 2018 അവിടെ നാട്ടിലുണ്ടായിരുന്നു. ശരിക്കും ഫുള്ള് റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം നമ്മൾ ഒരിക്കലും സെക്കൻഡ് പാർട്ട് വിചാരിക്കരുത്. സെക്കൻഡ് പാർട്ട് വിചാരിക്കരുത്, വേണ്ട, ഇങ്ങനെ ഒരു സംഭവം വേണ്ട. ഫസ്റ്റ് പാർട്ട് കല്ലക്കി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവി, അടിപൊളി, നല്ല നല്ല പടം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി പടം. ലൈഫുമായിട്ട് വല്ല കണക്ട് തോന്നി? നമ്മൾ ആ സമയത്ത് വെള്ളപ്പൊക്ക നാട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പടം സൂപ്പർ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഓന്റെ പേരെന്താ? പേരെന്താ? ആദം. പടം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. എങ്ങനെ പടം ഉണ്ടായിരുന്നു? കുഴപ്പമില്ലെന്ന് പറയാം. മൂവി കണ്ടോ? നല്ല മൂവിയായിരുന്നു. ഞങ്ങള് നാട്ടിലുണ്ടായിരുന്ന ടൈമിലായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത്. അപ്പൊ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. ലൈഫുമായിട്ട് കണക്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇമോഷണൽ അല്ലേ? നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട്? സിനിമ ഉണ്ടോ? എന്താ പറയുന്നത്? കുഴപ്പമില്ല. അടിപൊളി. പടം കണ്ടോ? സൂപ്പറാണ്. എന്താ അഭിപ്രായമുള്ളത്? നല്ല ഫിലിമാണ്. നല്ല ഫിലിം. അടിപൊളി. കണ്ടിരിക്കേണ്ട എല്ലാ മലയാളികളും കണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മലയാളികളും കണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നല്ല പടം. മോള് പടം കണ്ടിട്ട് കരയാണ്. ലാസ്റ്റ് ബാങ്ങളെ കണ്ടിട്ട് അടിപൊളി. പിന്നെ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. അടിപൊളി. അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഒന്ന് 2018 ഒരു തിരിച്ചു വന്നാൽ തന്നെ അടിപൊളി. രക്ഷയില്ല പടം. കറക്റ്റ് അതിന്റെ തീർച്ചയായിട്ടും കൂടാനുള്ള സംവിധായകന്റെ എക്സ്പീരിയൻസ് അടിപൊളി. എല്ലാ മലയാളികളും കാണാൻ തന്നെ നമ്മളെ അഭിപ്രായം. എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ടോപ്പ് ആണ്. അടിപൊളി പടം. സൂപ്പർ. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല സത്യം പറഞ്ഞാല്. നല്ലൊരു എഫക്റ്റും VFX-ഉം അതിന്റെ ഗ്രാഫിക്സ്, സൗണ്ട്, ക്യാമറ, എല്ലാ സംഭവങ്ങളും അടിപൊളി. ഒന്നും ആ പ്രളയത്തിന്റെ സമയത്ത് ആരെങ്കിലും നാട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഇരുന്ന് ആവശ്യം വന്നില്ല. പ്രൊമോഷൻ ഒന്നും കാണാതെ തന്നെ പടത്തിന്റെ ഉണ്ട്. അത് ജൂഡാൻ എന്നുള്ള സംവിധായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടപ്പോൾ ഒരു നല്ല ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കണ്ടപ്പോഴാണ് നമ്മൾ പടം കാണാൻ. ആലുവയിലായിരുന്നു. ഞാനും ഫുൾ ഡ്രസ്സൊക്കെ തല കയറ്റിട്ട് നടന്നു പോയത്. ഈ സെയിം എക്സ്പീരിയൻസ് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ആണ് എനിക്ക് തോന്നി സത്യമാണെങ്കിൽ. എല്ലാ മലയാളികളും കാണാൻ തന്നെ നമ്മുടെ അഭിപ്രായം. നമ്മൾ പടം കണ്ടപ്പോൾ കാരണം അത് മിസ്സായി പോകണ്ടില്ല. അങ്ങനെ പറയാം. താങ്ക് യു. സിനിമ ഉണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി. സൂപ്പറാണ്. എന്ത് പേര്? സൂപ്പറാണ്. ഖുറൈസ്മാളിലെ എംപയർ തിയേറ്ററിന്റെ അടുത്താണുള്ളത്. പടം കഴിഞ്ഞിട്ടുണ്ട്. 2018 എന്ന ജൂഡ് ആന്റണിയുടെ ഫിലിം. അപ്രതീക്ഷിതമായി ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ല. പടം ഹൗസ്ഫുള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ആളോട് റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒറ്റ വാക്കിൽ എസ് ആണ് അല്ലേ? ആ റിവ്യൂ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് പിന്നെ ജൂഡ് ആന്റണിയോടാണ്. എന്റെ പൊന്നു മനുഷ്യ, ഒരു സിനിമയാണെങ്കിൽ നിങ്ങൾ എന്ത് പടം എടുത്തിട്ടുള്ളത്. അതിലെ ദൃശ്യമാണെങ്കിലും ശരി, ക്യാമറ ആണെങ്കിലും ശരി, സൗണ്ട് ആണെങ്കിലും ഓരോരോ സീനുകൾ പ്രത്യേകിച്ച് പറയേണ്ടത് അതിൽ അഭിനയിച്ചുള്ള നടന്മാരാണ്. ഇന്ദ്രൻസിന് കിട്ടുന്ന ക്യാരക്ടറുകളൊക്കെ ഇങ്ങനെ മനുഷ്യനെ കരയിപ്പിച്ച് കളി. മത്സ്യത്തൊഴിലാളിക്ക് നേതൃത്വം കൊടുക്കാൻ ലാലാണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ നരേന്, സുധീഷ്, അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഓരോ കാസ്റ്റും അതിൽ ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് ആണ് അതിന്റെ പെർഫെക്ഷൻ. അതാണ് ആ ഒരു സിനിമക്ക് അത്രയും ഒരു ജീവൻ നൽകിയിട്ടുള്ളതെന്നാണ്. അതിൽ ഒരുപാട് പിന്നെ കുഞ്ചക്കോപവനുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്, സൂപ്പർ സ്റ്റാറുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ഈ റെസ്ക്യൂവിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കും കുടുംബമുണ്ട്. അവരിങ്ങനെ സിറ്റുവേഷനിൽ ഉണ്ടാകുമ്പോൾ മുകളിൽ നിന്നുള്ള പ്രഷർ. പിന്നെ അതൊരു ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട്, നാളെ അല്ലേ റെസ്ക്യൂവിന് പട്ടാളൊക്കെ വരുള്ളൂ, ഇന്ന് മനുഷ്യന്മാർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. അതെ, ഇതിൽ പ്രത്യേകം ജൂഡ് ആന്റണിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്
ഇങ്ങനത്തെ 2018 സിനിമ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിലേക്ക് രാഷ്ട്രീയം കടന്നു വരാനുള്ള സാധ്യത. ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന്റെ ഒരു അംശം ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സക്സസ്. കാരണം അതിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയം അത് മറക്കുകയാണ്. ജനങ്ങളെ ജീവന് മഴ എന്നുള്ള രണ്ടക്ഷരം, മഴ പ്രണയമാണ്, ക്ലാരയാണ്, ജോൺസൺ മാഷാണ്. പക്ഷെ അത് പ്രളയമായിട്ട് മരണം വിധിച്ചിട്ട് ജനങ്ങൾക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ട്. നമ്മളൊക്കെ പ്രവാസ ലോകത്ത് ഇരുന്നിട്ട് ഫേസ്ബുക്ക് വഴിയൊക്കെ എടുത്ത് കാണുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികൾക്ക് പടച്ചോനെ ബിഗ് സല്യൂട്ടാണ്. കാരണം ആ ഒരു സമയത്ത് അത് നമ്മൾ ആ ഒരു വിഷ്വല്, അതായത് ഇപ്പോൾ ഈ സിനിമയിലെ വിഷ്വലും അതുപോലെ തന്നെ റിയൽ ലൈഫിലെ വിഷ്വലും നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ണ് നിറയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയാണ്. അതായത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് നമ്മള് മലയാള സിനിമയിൽ മുമ്പ് ആകാശദൂതനെ പോലുള്ള ഫിലിമുകളൊക്കെ ഇരുന്ന് കരണ്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗ്യാപ്പിന് ശേഷം മലയാളികൾ ഓരോ സീനിലും കരയാണ്. അതായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ പൾസറിന്റെ സംവിധാനമായിട്ട് മാറും. പലരും ഇന്ന് കോടിക്കണക്കിന് രൂപന്റെ ക്ലബിലേക്ക് വേണ്ടിയിട്ട് മലയാള സിനിമ ചെയ്യാണ്. പല സീനുകളും വസ്ത്രം ഉണ്ടായിട്ടും ഇല്ലാതെ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ പ്രൊമോഷനൊന്നും ഇല്ലാതെ മലയാള സിനിമയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ ജനങ്ങൾ കയറി വന്ന് കാണിച്ചു തന്ന സംവിധായകൻ നിങ്ങളാണ്. അതും ഒരു മനുഷ്യന്മാർ ഓർക്കാനും ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ്, മറക്കരുത് മലയാളികൾ എന്നൊരു ടോപ്പിക്കാണ് അതിൽ തരുന്നത്. ഒരിക്കലും മലയാളികൾ ഈ ഒരു വിഷയം 2018 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു മെസ്സേജ് കൃത്യമായിട്ട് ജൂഡ് ആന്റണി ഈ സിനിമയിലൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുള്ള മനസ്സിലായ കറക്റ്റ് സമയത്താണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. എന്തുകൊണ്ടാണ് അറിയോ? ഒരു പ്രതിസന്ധി മലയാള സിനിമയിൽ അതല്ല, ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. മലയാളികൾ എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ചിത്രം. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന മലയാളികളെ ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ ഒക്കെ പേരിൽ പിന്നെ എന്താ പറയാ ആക്ഷേപിക്കുന്ന ഒരു സിനിമ. പക്ഷെ അതല്ല കേരളം, അതല്ല മലയാളികൾ എന്ന് കാണിക്കാൻ ജൂഡ് ആന്റണിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സമയം റിലീസ് ചെയ്തിട്ടുണ്ട്. ആഴ്ച കൊണ്ട് തിയേറ്റർ പൂരപ്പറമ്പായിട്ട് മാറും. സത്യമാണ് പറഞ്ഞത്. അതെ, ഇതാണ് മലയാളികള്, ഇതാണ് കേരളം. അതായത് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തില് പിന്നെ എന്താ പറയാ, പണത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. ഇന്ന് ഈ സിനിമ കണ്ടിട്ട് കരയാത്തൊരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യനല്ലാന്ന് ഞാൻ പറയുള്ളൂ. അതെ, ഹൃദയം കല്ലാണെന്ന് പറയേണ്ടി വരും. അജാതി ഒരു എന്താ പറയാ സ്റ്റോറിയാണ്. കാരണം എത്രമാത്രം നമ്മൾ റിവ്യൂ ഒന്നും കാണാതെ പടത്തിന് വന്നിട്ടുള്ളത്. വളരെ നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റും അതിൽ 2-3 കമന്റുകളും മാത്രം വായിച്ചപ്പോൾ ജെനുവൻ ആണ്. അത് ഹൃദയസ്പർശിയായിട്ടുള്ള ആളുകളുടെ കമന്റ് കണ്ടപ്പോഴാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ജൂഡ് ആന്റണി ഒരിക്കൽ കൂടെ പറയാണ്, വല്ലാത്തൊരു മനുഷ്യനാണ് നിങ്ങള്. കാരണം നമ്മുടെയൊക്കെ ഹൃദയമാണ് തകർത്തത്. മലയാള സിനിമയുടെ ഫ്യൂച്ചർ അല്ല, നിങ്ങൾ വേറെ ലെവലാണ് മനുഷ്യൻ. കാരണം ഞാൻ ഒരു കാര്യം പറയാം, ജൂഡ് ആന്റണിയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതായത് ജൂഡ് ആന്റണി ചെയ്യുന്ന ഒരുപാട് സിനിമയിൽ അങ്ങനെയുള്ള ഓം ശാന്തി ഓശാന, അതൊക്കെ സിനിമയൊക്കെ ക്ലാസ് സിനിമ. പക്ഷെ ഞാൻ പറയുന്നത് ഈ ജൂഡ് ആന്റണിയൊക്കെ അണ്ടർ റേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇതൊക്കെ കൊണ്ട് കഴിയൂല എന്നൊക്കെ പറഞ്ഞ ആളുകൾ. പക്ഷെ മനുഷ്യങ്ങൾ വേറെ ലെവലാണ്. ഈ വീഡിയോ ജൂഡ് ആന്റണി കാണുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ടൊരു ബിഗ് സല്യൂട്ട് തരാണ്. അപ്പോൾ പല സംവിധായകന്മാരും നിങ്ങളെ ഫോളോ ചെയ്യേണ്ടതുണ്ട് മലയാള സിനിമയിൽ. സത്യം പേരോ പ്രശസ്തിയോ ഒന്നല്ല, ജെന്യുവനായിട്ട് നിങ്ങൾ മലയാളികൾ എന്താണെന്നും അന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു രാഷ്ട്രീയം കയറ്റാതെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സിനിമയുടെ റിവ്യൂ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയാണോ എന്നൊന്നും അറിയില്ല. എന്നാൽ പോലും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഫീല് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. OTTക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. അതല്ല പിന്നെ വേറെ നമ്മുടെ തിയേറ്ററിൽ ആള് കയറാത്ത പ്രശ്നം ഇന്ന് കേരളത്തിൽ ഈ ഒരു പടത്തോട് കൂടിയിട്ട് അത് അവസാനിക്കുകയാണ്. നിങ്ങൾ നല്ല ത്രെഡ് കൊണ്ടുപോവാ. മലയാള സിനിമക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ നല്ല സിനിമ, നല്ല കഥകൾ, നല്ല സിനിമ കൊണ്ടുപോവാ. മലയാളികൾ 2 കൈ. നല്ല സിനിമയിൽ നിങ്ങൾ ഫീമെയിലിന്റെ ഡ്രസ്സും ചെയ്യാത്ത കോലൊന്നും വെക്കണ്ട. ജെനുവനായിട്ട് ക്യാരക്ടറിന്റെ മുഖം മാത്രം വെച്ചാൽ മതി. മലയാള സിനിമ ആള് കയറും. മൗത്ത് പബ്ലിസിറ്റിയിൽ ഈ പടം ഹിറ്റായി മാറും എന്നുള്ള ഒരു സംശയമാണ്. നമ്മൾ ആദ്യമായിട്ടാണ് പടത്തിന് റിവ്യൂ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോ ജൂഡ് ആന്റണിക്കും അതുപോലെ തന്നെ ഒരു മിനിറ്റ്, റിയാദിൽ നമ്മളെ സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾ ഈ പടം സൗദി അറേബ്യയിൽ നിന്ന് പോണതിന് മുമ്പായിട്ട് എല്ലാ മലയാളികളും ഇത് ഒരു വട്ടം കണ്ടിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തിയേറ്ററുകളെല്ലാം ഇപ്പോൾ ഇന്ന് നമ്മൾ വോക്സിൽ നോക്കിയതാണ്, എല്ലാത്തിലും നോക്കിയിട്ടുണ്ട്. പക്ഷെ തിയേറ്റർ ഫുള്ളാണ് ഇപ്പോൾ കൂടെ ഹൗസ് ഫുള്ളാണ്. അപ്പോൾ മലയാളി സമൂഹത്തോട് പറയാനുള്ളത്, ഇത് നമ്മുടെ സിനിമയാണ്.
അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ജൂഡ് ആന്റണി ഈ ഒരു സിനിമയാക്കി മാറ്റിയിട്ടുള്ളത്. നമുക്കത് ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, നിങ്ങൾ ഈ പടം കണ്ടിരിക്കണം. മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിന്റെ സൈന്യം എന്ന് ആരോ വിളിച്ചത് അച്ചിട്ടാണ്. കേരളത്തിന്റെ സൈന്യമാണ് മത്സ്യത്തൊഴിലാളികൾ. നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു ഡെസിഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ 2018 ചിലപ്പോൾ കേരളത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഒരു ദിവസമായി മാറുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അണിയർ പ്രവർത്തകർക്കും ഹാറ്റ്സ് ഓഫ്. വ്ളോഗ്സിനെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.